ഇന്നത്തെ വീഡിയോ യൂക്കാലിപ്റ്റസ് എന്ന മരത്തെക്കുറിച്ചാണ്. ഔഷധ ഗുണമുള്ള മീർട്ടേസി കുടുംബത്തിൽപ്പെട്ട യൂക്കാലിപ്റ്റസ് ഗ്ലോബുലൻസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഒരു ഋതുമരമാണ് യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് എന്ന ജനസിൽ 700-ൽ ഏറെ മരങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലാണ് യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ മിക്കവാറും സ്പീഷീസുകൾ കാണപ്പെടുന്നത്. യൂക്കാലിപ്റ്റസ് എന്നത് പ്രത്യേക ഇനം മരങ്ങളും കുറ്റിച്ചെടികളും അടങ്ങിയ സസ്യജാലത്തിലെ ഒരു ജനസാണ്. ഓസ്ട്രേലിയയിലെ വൃക്ഷജാലത്തിലെ പ്രധാന പങ്കും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഏകദേശം 700ഓളം വ്യത്യസ്ത ഇനങ്ങൾ ചേർന്നതാണ് ഈ ജനസ്. മിക്കവയും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവയാണ്. കേരളത്തിൽ മൂന്നാർ, ദേവികുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നു. കൂടാതെ തെക്കേ ഇന്ത്യയിൽ നീലഗിരി, കർണാടകം തുടങ്ങിയ സ്ഥലങ്ങളിലും തഴച്ചു വളരുന്നുണ്ട്. യൂക്കാലിപ്റ്റസ് സംസ്കൃതത്തിൽ ഗന്ധദ്രുമ എന്നും സുഗന്ധപത്രം എന്നും ഹരിതപർണി എന്നും അറിയപ്പെടുന്നു. തമിഴിൽ കർപ്പൂരമരം എന്നും വിളിക്കുന്നു. യൂക്കാലിപ്റ്റസ് വിത്ത് വഴിയാണ് വളരുന്നത്. വിത്ത് മുളച്ച് ചെറുചെടിയായി വളർന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വൻമരമായി മാറും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് വേഗത്തിൽ വളരുന്നത്. വേരുകൾ ആഴത്തിൽ വ്യാപിച്ച് നിൽക്കുന്നതിനാൽ വരൾച്ചയിലും നിലനിൽക്കും. വരണ്ട പ്രദേശങ്ങളിലും മലപ്രദേശങ്ങളിലും വളരാൻ അനുയോജ്യമാണ്. പച്ചമണ്ണും വെള്ളം നനഞ്ഞ പ്രദേശങ്ങളും കുറവാണ് ഇഷ്ടം. ഇന്ത്യയിലെ തമിഴ്നാട്, കേരളം, കർണാടക, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കാണാം. ഇത് ഒരു സദാവൃക്ഷം ആയതിനാൽ വർഷം മുഴുവൻ ഇലകളോടെ കാണപ്പെടുന്നു. ഇലകൾ നീളവും കനവും കൂടിയതായിരിക്കും. അതിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ അടങ്ങിയിരിക്കും. ഈ ഓയിൽ ചൂടും രോഗാണുക്കളും പ്രതിരോധിക്കുന്നതിനും മരുന്നായി ഉപയോഗിക്കുന്നു. ഇലകൾക്ക് തീവ്രമായ ഗന്ധമുണ്ട്. അതിനാൽ കീടങ്ങളെ അകറ്റും. പൂക്കൾ വെളുപ്പിനോ മഞ്ഞ നിറത്തിനോ ആയിരിക്കും. ചെറുപഴങ്ങളിൽ വിത്തുകൾ ഉണ്ടാകും. കാറ്റുവഴി വിതരണമാണ് പ്രധാന രീതി. വേഗത്തിൽ വളരുന്ന മരം. കാട്ടുതീക്ക് ശേഷം പോലും വേരിൽ നിന്ന് വീണ്ടും മുളയ്ക്കുന്ന കഴിവും ഉണ്ട്. മരം പേപ്പർ, എണ്ണ, ഔഷധം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. വേരുകൾ മണ്ണിലെ വെള്ളം കൂടുതൽ ആഗിരണം ചെയ്യുന്നതിനാൽ കൃഷിയിടങ്ങൾക്ക് സമീപം വളർത്തുന്നത് ഒഴിവാക്കുന്നു. യൂക്കാലിപ്റ്റസ് മരങ്ങൾ സാധാരണയായി 50 മുതൽ 150 വർഷം വരെ ജീവിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.